ജന്മം നൽകിയ മാതാപിതാക്കളെ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഡ്രഗ് അഡിക്റ്റ് പറഞ്ഞത്, ഞാൻ എന്റെ അമ്മയെ കൊന്നു. ആരാ അമ്മ? 10 മാസം ഗർഭാശയത്തിൽ വെച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് അവനെ പ്രസവിച്ച് കുഞ്ഞി കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കി തൊട്ടിൽ കെട്ടി താരാട്ട് പാടി വളർത്തി ഇവൻ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ 3 നേരവും പ്രാർത്ഥനയോടുകൂടി വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു അമ്മയെ മകൻ കൊല്ലുകയാണ്. എനിക്ക് ജന്മം തന്നതിന്റെ പേരിലാണ് ഞാൻ എന്റെ അമ്മയെ കൊന്നത് എന്ന് അവൻ പോലീസിനോട് പറയുക. എവിടെ എത്തി നിൽക്കുന്നു? അത്ര ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. പല കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അവർ പുറത്തു പറയുന്നില്ല. എനിക്ക് ഒരുപാട് ആളുകൾ വന്ന്, ഒരുപാട് മാതാപിതാക്കൾ വന്ന് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു. ഞാൻ നിറകണ്ണുകളോട് പറഞ്ഞു, എന്റെ അടുത്ത് വന്ന് ഈ അഡിക്സ് ഉള്ള വീടുകളിലെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ആ കുടുംബങ്ങളിൽ അവരനുഭവിക്കുന്ന ദുഃഖം, അവരനുഭവിക്കുന്ന പീഡാനുഭവങ്ങൾ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവരെ നിയന്ത്രിക്കുന്നത് അവരല്ല, ഈ മയക്കുമരുന്നാണ്. നമുക്കൊരു പ്രതിജ്ഞ എടുക്കണ്ടേ? ഈ മയക്കുമരുന്നിനെ നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന്, നമ്മൾ ഈ ശൃംഖലയെ നമ്മൾ ആട്ടി ഓടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അത് ഈ നാടിന്റെ യുവത്വത്തിന് വേണ്ടി, ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് എത്രയോ വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. നിങ്ങൾ വളർന്നു വലുതായി വരുമ്പോൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്നവർ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ മയക്കുമരുന്നിന്റെ അടിമയായി നിങ്ങളുടെ ആരോഗ്യം തകർത്ത് നിങ്ങളുടെ ജീവിതം തകർത്താൽ പിന്നെ ആ മാതാപിതാക്കൾക്ക് പിന്നെ ജീവിതത്തിൽ ബാക്കി എന്താണുള്ളത്?